ഇനി പത്തനംതിട്ടയിലേക്കൊന്ന് പോകണം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ദേശീയ പതാക ഉപയോഗിച്ച് കോൺഗ്രസ്. പത്തനംതിട്ട അടൂർ തുമ്പമണ്ണിലാണ് സംഭവം. തുമ്പമൺ വായനശാല ജംഗ്ഷനിൽ UDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ദേശീയ പതാക ഉപയോഗിക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. വിവരങ്ങളുമായി ഗോകുൽ രമേശാണ് ചേരുന്നത്. ഗോകുൽ, ഇത് ദേശീയ പതാകയെ ഇങ്ങനെ ദുരുപയോഗം ചെയ്യൽ കോൺഗ്രസിന് പണ്ടേയുള്ള, പ്രത്യേകിച്ച് UDFന്റെ സംവിധാനങ്ങൾക്ക് പണ്ടേയുള്ള ഒരു പരിപാടിയാണ്. ഇതെന്താണ് സംഭവിച്ചത്? ആണ് കോൺഗ്രസിന്റെ ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ചെയ്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് ദേശീയ പതാക ഉപയോഗിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. പത്തനംതിട്ട ജില്ലയിലെ അടൂർ തുമ്പമൺ എന്ന് പറയുന്ന ഭാഗത്തുള്ള അവിടെയാണ് ഇത്തരത്തിൽ ദേശീയ പതാക കോൺഗ്രസിന്റെ മറ്റ് പാർട്ടി പതാകകളോടൊപ്പം വളരെ വികൃതമായിട്ടുള്ള രീതിയിൽ കെട്ടി ഉയർത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. തുമ്പമൺ വായന ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ UDFന്റെ പ്രചരണാർത്ഥം, അത് UDFന്റെ പോസ്റ്ററുകളും അതോടൊപ്പം തന്നെ പതാകകളും അതിന്റെയൊക്കെ ഇടയിലായിട്ടാണ് ദേശീയ പതാകയും ഇത്തരത്തിൽ വളരെ അനാദരപൂർവ്വം ഉയർത്തിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായിട്ടാണ് ഇത്തരത്തിൽ ദേശീയ പതാക ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതും നേരെയല്ല, ദേശീയ പതാക ഒരിക്കലും ഉപയോഗിക്കാത്ത, അങ്ങനെ അല്ലാത്ത രീതിയിൽ, തെറ്റായ രീതിയിലാണ് അതിനെ കെട്ടിത്തൂക്കി താഴേക്ക് ഇട്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്തായാലും വളരെ അനാദരവോടുകൂടിയാണ് ദേശീയ പതാകയെ ഈ കോൺഗ്രസ് പ്രവർത്തകർ കൈകാര്യം ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കാര്യം അറിവില്ല. അവരറിയാതെ ചെയ്തതാണോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് അങ്ങനെ ചെയ്തതാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വിശദീകരണം ലഭ്യമായിട്ടില്ല. എന്തായാലും ആ പതാക ഇതുവരെയും നീക്കം ചെയ്യുവാനായിട്ട് ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. അവിടെയുള്ള പ്രദേശവാസികളാണ് ഈ കാര്യം തിരിച്ചറിഞ്ഞ് നമ്മളോട് ഇത്തരത്തിൽ വിവരം അറിയിച്ചത്. എന്തായാലും ഇത് വാർത്തയായ സാഹചര്യത്തിൽ അത് മാറ്റുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് ഇനി നോക്കിക്കാണേണ്ടത്. നിലുമ. ശരി ഗോകുൽ.